അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും അനന്തും കൂടെ പോകുന്ന ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് കല്യാണ വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ വ്ളോഗിങ് ചെയ്യാനുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നെങ്കിലും എവിടേക്കോ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചത് ഒന്ന് വോയിസ് ഓവർ ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താ പറയുക, ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ചില മൊമെൻറ്റ്സ്, ചില ഒത്തുകൂടലൊക്കെ ഭയങ്കര ഒരു സന്തോഷം നൽകില്ലേ. എനിക്ക് അതുപോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ വെളുപ്പിനെ എൻ്റെ വീട്ടിൽ റെഡിയായി നിന്നതുകൊണ്ട് തന്നെ അനന്തു വന്ന് എന്നെ പിക്കപ്പ് ചെയ്ത കേട്ടോ. റിസപ്ഷനും കൂടിയിട്ടേ പോകാമെന്ന് രോഹിത്തിൻ്റെ നല്ല നിർദ്ദേശം ഉള്ളതുകൊണ്ടും ഞാൻ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് സെറ്റാക്കി നേരത്തെ വെച്ച് കേട്ടോ. പിന്നെ ഇവരൊക്കെ കോസ്റ്റ്യൂം നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. അതിന് ചേരുന്ന ഒരെണ്ണം സെറ്റാക്കാം, ഈ പ്രാവശ്യം വിഷുവിനും ഇടാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് റെഡിയാക്കിയതാണേ. എന്തായാലും രാവിലെ ഒരു 3 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി ഇറങ്ങിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഉറക്കക്ഷീണമുണ്ട്, വിശക്കുന്നുമുണ്ട്. നമ്മൾ നേരെ പോയത് രോഹിത്തിൻ്റെയൊക്കെ കല്യാണം നടക്കുന്ന അമ്പലത്തിലോട്ടാണ് കേട്ടോ. അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ കല്യാണം. അപ്പോൾ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ചെറിയ ടെമ്പിളാണിത്. നമ്മളിവിടെ വന്നു കേട്ടോ എല്ലാവരും. സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നടത്തിയിട്ടുള്ള, ഒത്തിരി സെറിമണീസ് ഒന്നും കൊണ്ടുവച്ച് ഭയങ്കര ആർഭാടമാക്കാത്ത ഒരു നല്ല ബ്യൂട്ടിഫുൾ മാരേജ് ആയിരുന്നു കേട്ടോ ഇവരുടേത്. ഇതാണ് കേട്ടോ രോഹിത്തിൻ്റെ പ്രിയതമയാണ് അടുത്ത് നിൽക്കുന്നത്, അശ്വതി എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര കോണ്ടാക്റ്റ് ഒന്നും ഇല്ലെങ്കിലും 1-2 വട്ടമൊക്കെ മിണ്ടി അങ്ങനെ അറിയാം. പക്ഷെ എന്നാലും ഷീ ഈസ് സച്ച് എ നൈസ് ഗായ്. ആൻഡ് രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടിഫുൾ കപ്പിൾസാണ് കേട്ടോ. എനിക്ക് ഒരു കാര്യം നല്ല ഉറപ്പാണ്, രോഹിത്ത് അശ്വതിക്ക് എന്ന് നല്ലൊരു കൂട്ടായിരിക്കും. വൈ? ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, അവൻ്റെ ചില ക്വാളിറ്റീസ് ഒന്നും എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. ആളൊരു ഭയങ്കര എന്താ പറയുക, ഒത്തിരി ഇൻട്രോവേർട്ട് അങ്ങനെയൊന്നും അല്ല. എനിക്കറിയാവുന്ന വെച്ചിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഭയങ്കര കമ്പനിയാണ്. എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ കാണും ഫേസിൽ. ഞാൻ എപ്പോഴും അനന്തുവിനോടും പറയും, ജോക്കുട്ടൻ ഇങ്ങനെ സ്മൈൽ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ കുറച്ച് ടെൻഷൻ ഫ്രീ ആയ പോലെ തോന്നത്തില്ലേ? ഭയങ്കര അവനെപ്പോഴും ചിരിച്ചിട്ടായിരിക്കുന്നത്. നന്നായിട്ട് ഒരാളെ കാണുമ്പോൾ ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ചിലരൊന്നും ചിരിക്കത്ത് പോലും ഇല്ല. പക്ഷേ ജോക്കുട്ടൻ അങ്ങനെയല്ല കേട്ടോ, നന്നായിട്ട് ചിരിക്കും. പിന്നെ അമ്പലത്തിൽ ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് ഏകദേശം മാർച്ച് സമയത്തായിരുന്നു കേട്ടോ കല്യാണം. അപ്പോൾ പറയണ്ടല്ലോ, നല്ല ചൂടായിരുന്നു. അപ്പോൾ ടെമ്പിൾ വെഡ്ഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓഡിറ്റോറിയം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വിശന്ന് പൊരിഞ്ഞ് ഒരു പരുവായിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെ ഫുഡിങ്ങും പരിപാടീസ് എല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഒന്ന് കോഫിയൊക്കെ കുടിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, എനിക്ക് വീട്ടിൽ ഇരിക്കുന്നതിനെക്കാട്ടിൽ വിശപ്പാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. എന്തായാലും അതൊരു കോഫിയൊക്കെ കുടിച്ച് സെറ്റ് ചെയ്തു. പിന്നെ അനന്തവും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ റെഡി ആയിട്ട് റിസപ്ഷനൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തി. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് രോഹിത്തിന് അതിന് എന്താ പറയുക, നല്ല ഡീസൻ്റായിട്ട് അവനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രത്യേകിച്ച് അറിയാലോ, ഒരു ചെറുക്കൻ തന്നെ അത്യാവശ്യം ചെറിയ ഹെൽപ്സൊക്കെ ഉണ്ടെങ്കിൽ കൂടി എല്ലാം അറേഞ്ച് ചെയ്ത് അവൻ്റെ സ്വന്തം ഒരിതിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. സ്വന്തമായിട്ട് ഭയങ്കര ഒരു വലിയൊരു ബേർഡൻ എടുത്ത് വെക്കുന്ന പോലെയാണല്ലോ സ്വന്തം കല്യാണം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ. നൈസായിട്ട് തന്നെ എല്ലാം ചെയ്തവൻ. പിന്നെ ഇത് വന്നിട്ട് ഒരു ഗാനമേള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത്. എനിക്ക് ആരാന്നൊന്നും അറിയില്ല, പക്ഷേ പുള്ളിക്കാരൻ നല്ല വൈബിങ് ആയിരുന്നു കേട്ടോ. അത് കാണാനായിരുന്നെന്ന് തോന്നുന്നു കൂടുതൽ പേരും അവിടെ ഇരുന്നത്. എനിവേ, എന്തായാലും നല്ല പരിപാടീസൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങ് പുറത്തിറങ്ങി. കാരണം എൻ്റെ അച്ഛനും അമ്മയും, അതായത് അനന്തുവിൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങ് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അപ്പനും അമ്മയും വന്ന സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. അതുകൊണ്ട് അവർ ഈ വീഡിയോയിൽ ഇല്ല കേട്ടോ. ഫോൺ എടുക്കുന്ന കാര്യമൊക്കെ നമ്മളങ്ങ് വിട്ടുപോകും. എല്ലാവരെയും കാണുകയും വർത്താനമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ അത് ഷൂട്ട് ചെയ്യാൻ മറക്കും. ഇതാണ് കേട്ടോ ബിബിയുടെ പപ്പ. ആൻഡ് മമ്മി അവിടെ എവിടെയോ ഉണ്ട്. ഞാൻ കുറേ നേരം വർത്താനം പറഞ്ഞു. എനിക്ക് പേഴ്സണലി ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു ഫാമിലിയാണ് ബിബിയുടേത്. ആൻഡ് ഇത് നബിൻ ചേട്ടനൊക്കെ അടിപൊളി ഫോട്ടോഗ്രാഫേഴ്സാണ്. ഇത് പിന്നെ ആരാന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഭയങ്കര കണ്ടിട്ട് അയ്യോ അടിപൊളിയെന്ന് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് പേഴ്സണലി അങ്ങനെ അറിയാത്ത ഒരാളായിരുന്നു വീഡിയോഗ്രാഫറായിട്ട് വന്നത്, ജോമോൻ. അയ്യോ അടിപൊളിയായിട്ട് അത്രയും ചെറിയൊരു പരിപാടി സൂപ്പറായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. നല്ല രസം. എന്താ നമ്മളിങ്ങനെ പറയില്ലേ, ചോട്ടാ പാക്കറ്റ് ബഡാ ധമാക്ക എന്നൊക്കെ പറയുന്ന പോലെ. അശ്വതി ആൻഡ് രോഹിത്, ഹാപ്പി മാരീഡ് ലൈഫ്, ഗോഡ് ബ്ലസ് യു ബോത്ത്. അപ്പോൾ അടിപൊളിയായിട്ട് ജീവിക്ക്. ഫുൾ ലെങ്ത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കേ.